സ്റ്റീൽ ടാങ്ക് എന്നുള്ളത് പറഞ്ഞപ്പോൾ തന്നെ പലരും എന്നോട് പറഞ്ഞതാണ് അത് ഭയങ്കര ചൂടാവുന്നത്. 2 ഇഞ്ച് ഔട്ട്ലെറ്റ് ആണ്, അത് ബ്രാസ് കോട്ടഡ് ആണ് അതിന്റെ ഔട്ട്ലെറ്റ് വരുന്നത്. അത് SS304 ബ്രാസ് കോട്ടഡ് ആണ്, അതിന് ക്വാളിറ്റി കൂട്ടാൻ വേണ്ടി ചെയ്തിട്ടുള്ളത്. സാധാരണ ടാങ്ക് ഫിക്സ് ചെയ്യുമ്പോൾ ഉള്ളിലിറങ്ങണം, കാരണം ഉള്ളിൽ ടാങ്ക് ചേർച്ചിട്ട് ഞാൻ ഉള്ളിലേക്ക് കയറണമാണ്. ആണോ അല്ലേ? ആദ്യമായിട്ടാണ് ഇപ്പൊ ഉള്ളിൽ കയറാത്ത ടാങ്ക് ഫിറ്റ് ചെയ്യണത്. അതായത് ടോപ്പും ബോട്ടവും മാറ്റ് ഫിനിഷ് ആയിരിക്കും. മാറ്റ് ഫിനിഷ്. ഇവിടേക്ക് സൺലൈറ്റ് വരുന്നില്ല, നിങ്ങൾക്ക് ഇതിന്റെ മുകളിൽ കയറാതെ തന്നെ ഇത് ക്ലീൻ ആക്കാം. അപ്പൊ ഇതിന്റെ പ്രൈസ് ഏകദേശം എത്ര വരുന്നുണ്ട്? ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ വീടിൻ്റെ വാട്ടർ ടാങ്ക് ഫിക്സ് ചെയ്യുന്ന ഒരു സമയം എത്തിയപ്പോൾ നമ്മളിതാ സെലക്ട് ചെയ്തത് സ്റ്റീൽ ടാങ്ക് ആണ്. നേരെ അത് ഫിക്സ് ചെയ്യുന്ന കാര്യങ്ങളിലേക്ക് പോകാം. അപ്പോൾ എന്തുകൊണ്ട് സ്റ്റീൽ ടാങ്ക് ഫിക്സ് ചെയ്തു എന്നുള്ള ചോദ്യം ഞാൻ മുമ്പ് ഏകദേശം 1.5 വർഷം മുമ്പ് നമ്മളൊരു സ്റ്റീൽ ടാങ്ക് എന്നുള്ള ഒരു കൺസെപ്റ്റ് അല്ലെങ്കിൽ വന്ന സമയത്ത് തന്നെ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിരുന്നു. ഏത് തരം സ്റ്റീൽ ടാങ്കാണ് യൂസ് ചെയ്യേണ്ടത്, സ്റ്റീൽ ടാങ്ക് ഉപയോഗിക്കുന്നതിനുള്ള ഗുണങ്ങൾ എന്താണ്, സാധാരണ വാട്ടർ ടാങ്കും സ്റ്റീൽ ടാങ്കും തമ്മിലുള്ള വ്യത്യാസങ്ങളൊക്കെ. അപ്പോൾ നമ്മളിത് അവിടെ ടാങ്ക് ഫിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനാറ്റി എന്നുള്ള ബ്രാൻഡാണ് നമ്മൾ പരിചയപ്പെടുത്തിയിരുന്നത്, അതുതന്നെയാണ് നമ്മൾ ഫിക്സ് ചെയ്യുന്നതും. നമ്മൾ ഈ ടാങ്ക് ഇവിടെ ഫിക്സ് ചെയ്യുമ്പോൾ ഇവിടെ എനാറ്റിയുടെ റെപ്രസെൻറ്റേറ്റീവ് വന്നിട്ടുണ്ട്, ജാഷിയാണ് നമ്മുടെ കൂടെ. ഹായ് ജാഷി. ഹായ് സലീം. നമ്മൾ ഈ വാട്ടർ ടാങ്ക് ഏകദേശം 1.5 വർഷമായില്ലേ? 1.5 വർഷമായി. ഓക്കെ. വാട്ടർ ടാങ്ക് സ്റ്റീൽ ടാങ്ക് ആണ് നമ്മൾ ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ഫിക്സിങ്ങിൽ കുറേ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാനുണ്ട്. കാരണം ഇപ്പോൾ ഇത് നാട്ടിലിങ്ങോട്ട് ആളുകൾക്ക് പരിചയമായി വരുന്നല്ലോ. അധികം കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ല, നോർമൽ ആണ്. പുതിയൊരു സംഗതി ആയതുകൊണ്ട് ആളുകൾ കരുതും വലിയ എന്തോ സംഗതിയാണ്. ഇവിടെ കാണാം, സിമ്പിൾ ആയിട്ട് എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഓക്കെ. ഇപ്പോൾ ടാങ്ക് ഫിക്സിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്, ഫിനിഷ് ആയിട്ടില്ല. പല കമ്പനികൾക്ക് പല രീതിയിലാണ്. സാധാരണ ടാങ്കുകൾ, പ്ലാസ്റ്റിക് ടാങ്കുകൾ ഡിഫറെൻ്റ് ആണ്. സ്റ്റീൽ ടാങ്ക് ആണ് ഇവിടെ ഫിക്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഷിയാബ്, എങ്ങനെയുണ്ട്? ഫിക്സ് ചെയ്യാൻ സുഖമുണ്ടോ? സുഖമാണ്. സാധാരണ ടാങ്കിനേക്കാളും ഫിറ്റ് ചെയ്യാൻ വളരെ സുഖമാണ്. സാധാരണ ടാങ്കിന് ഹോൾ ഇട്ടിട്ടാണ് നമ്മൾ ചെയ്യുക അല്ലേ? ഓടണം, ഇത് നമുക്ക് ഓടണ്ട, എല്ലാ വാൽവുകൾ ക്ലിയർ ആണ്. തന്നെ പിന്നെ അടിയിൽ പിന്നെ കൈകാനുള്ള സജ്ജീകരണമൊക്കെ ഉണ്ടായതുകൊണ്ട് നമുക്ക് ഫിറ്റ് ചെയ്യുന്നതിന് സുഖം എന്താ വെച്ചാൽ ടാങ്കിന്റെ ഉള്ളിൽ നമുക്ക് ഇറങ്ങണ്ട. അപ്പൊ സാധാരണ ടാങ്ക് ഫിക്സ് ചെയ്യുമ്പോൾ ഉള്ളിലിറങ്ങണം, കാരണം ഉള്ളിൽ നിന്ന് കണക്ടർ ടൈറ്റ് ആക്കണ്ടേ. അതെ, അത് ടാങ്ക് ചേർച്ചിട്ട് ഞാൻ ഉള്ളിലേക്ക് കയറേണ്ടതാണ്. ആണോ അല്ലെ? ഉള്ളിൽ കയറാതെ ഫിക്സ് ചെയ്യാതെ ആദ്യമായിട്ടാണ് ഇപ്പൊ ഉള്ളിൽ കയറാത്ത ടാങ്ക് ഫിറ്റ് ചെയ്യണത്. അത് വളരെ സുഖമുള്ള പരിപാടിയായി പോയി. ഓക്കെ. അപ്പൊ ഫിക്സിങ് ഈസിയാണ്. അതെ, തീർച്ചയായിട്ടും. എത്രന്റെ വാൾവുകളാണ് ഇത് കൊടുത്തിട്ടുള്ളത്? ഇത് 2 1.5 ആക്കിയിട്ട് ഇറക്കുകയാണ്. അതേപോലെ വേസ്റ്റ് വെള്ളത്തിന് നമ്മൾ അടിയിലിടുന്നതാണെങ്കിൽ അതെ, വേസ്റ്റ് വെള്ളത്തിന് പിന്നെ മുക്കാലാണ് വരുന്നത്. അത് ഒന്നാക്കിയിട്ട് നമ്മൾ ഇറക്കും, ഫോഴ്സ് കിട്ടാൻ വേണ്ടി അല്ലേ? അടിക്ക് ഒന്നാക്കിയിട്ട് ഇറക്കും. ഓക്കെ. അപ്പൊ ഏകദേശം ഇനിയിപ്പോ അതും കൂടെ ഫിക്സ് ചെയ്യാനുള്ളൂ. ബാക്കി ശരിയായി. മറ്റുള്ള ടാങ്ക് നോക്കാൻ നമുക്ക് പെട്ടെന്ന് എളുപ്പമാണ്. നമ്മുടെ വീടിന്റെ ഏറ്റവും റൂഫ് ടോപ്പിൽ തന്നെയാണ് നമ്മളുള്ളത്. ഈ ഒരു ടാങ്ക് ഇവിടെ ഫിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. ജാഷി, ഇതിന്റെ ഒരു ക്വാളിറ്റി നമ്മൾ അന്ന് പറഞ്ഞപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് പറഞ്ഞത് ഇതിന്റെ ഈ റിഫ്ലക്ഷൻ അല്ലെ, മിറർ ഫിനിഷ് എന്നുള്ളതാണ്. പക്ഷെ ഇത് വാങ്ങിയപ്പോൾ ഇതൊരു സ്റ്റിക്കർ പോലെയാണല്ലോ ഇവിടെ വന്നിരിക്കുന്നത്. അത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മളിവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയല്ലേ, അപ്പൊ എന്തെങ്കിലും തട്ടാനും മുട്ടാനൊക്കെ സാധ്യത ഉണ്ട്. അപ്പൊ അതിനൊരു പ്രൊട്ടക്ഷൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുത്തിട്ടുള്ള ഒരു ഫിലിമാണ് ഈ ഒരു മിറർ ഫിനിഷ്. ഓക്കെ. ഈ ഫിലിം ഒന്ന് റിമൂവ് ചെയ്യാം. നമ്മളിപ്പോ റിമൂവ് ചെയ്ത് നോക്കാം. ഒന്ന് റിമൂവ് ചെയ്യാം. അതൊന്ന് മിറർ ഫിനിഷ് കാണാം. നമുക്കിത് കണ്ണാടി പോലെ തന്നെ നമുക്കിത് കാണാൻ പറ്റും. ഓക്കെ. അതാണ് ഇതിങ്ങനെ റിമൂവ് ചെയ്യാം അല്ലേ? ജസ്റ്റ് നമ്മൾ ഒരു സ്റ്റിക്കർ വരയ്ക്കുന്ന അതേ ഒരു സുഖം കൊണ്ട് തന്നെ നമുക്കിത് ചെയ്യാം, റിമൂവ് ചെയ്യാം. വളരെ ഈസി ആയിട്ട് തന്നെ ചെയ്യാം. ഞാൻ ആദ്യം ഇതൊന്ന് കോംപ്ലിക്കേറ്റഡ് ആയി, ഇതിന്റെ കളർ മാറിയോ എന്നൊക്കെ ചിന്തിച്ചു. ഓക്കെ. അപ്പൊ ഈ കണ്ണാടിയിൽ നമ്മൾ അതേപോലെ കാണുന്നുണ്ട് കേട്ടോ, അതാണ് മിറർ. ഓക്കെ. ഇതിങ്ങനെ പറിച്ച് റിമൂവ് ചെയ്യാം. ഈ ഒരു ഫിനിഷ് കൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ഞാൻ മനസ്സിലാക്കിയത് സൺലൈറ്റ് ഡയറക്റ്റ് റിഫ്ലക്ട് ചെയ്യും. അതല്ലാതെ വേറെ എന്താണ് ഗുണം? അതല്ലാതെ നമുക്കിപ്പം ബേസിക്കലി സ്റ്റീൽ ടാങ്ക് വെച്ച് കഴിഞ്ഞാൽ ചൂടാവോ ഇല്ലേ എന്നുള്ളതാണ്. ഞാൻ ഈ സ്റ്റീൽ ടാങ്ക് എന്നുള്ളത് പറഞ്ഞപ്പോൾ തന്നെ പലരും എന്നോട് പറഞ്ഞതാണ് അത് ഭയങ്കര ചൂടാവുമെന്ന്. അതിന്റെ ഒരു യാഥാർത്ഥ്യം നമ്മൾ ആളുകൾക്ക് ഒന്നും കൂടെ പറഞ്ഞു. അതാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ റിഫ്ലക്ഷൻ, ഈ മിറർ ഫിനിഷ്. ഈ കണ്ണാടിയിലേക്ക് സൂര്യവെളിച്ചം പതിച്ചു കഴിഞ്ഞാൽ അത് റിഫ്ലക്റ്റ് ആയി പോവാണ് ചെയ്യുക. അതേ ഒരു ടെക്നോളജി തന്നെയാണ് നമ്മൾ ഇതിലും ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷെ ഈ മേൽഭാഗം ഒന്നും അങ്ങനെ ഫിനിഷ്ഡ് അല്ല അല്ലേ? ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാറ്റ് ഫിനിഷ് ആണ്. നമുക്ക് വെള്ളം ഏകദേശം ഈ ഒരു ലെവൽ വരെ വരുള്ളൂ. ഇതിന്റെ മുകളിലോട്ട് ഇത് ഫ്രീ ആയിട്ട് കിടക്കുന്ന ഭാഗമാണ്. അപ്പൊ അതുകൊണ്ടാണ് ഇത് മാറ്റ് ഫിനിഷും ഇത് മിറർ ഫിനിഷ് ആക്കി അല്ലേ? ഇതിന്റെ താഴെ ഭാഗം ഇവിടെ ആണെങ്കിലോ, ഇവിടെ അതായത് ടോപ്പും ബോട്ടവും മാറ്റ് ഫിനിഷ് ആയിരിക്കും. ഇവിടേക്ക് സൺലൈറ്റ് വരുന്നില്ല, എല്ലാം താഴ്ഭാഗത്താണ്. ഇതാണ് നമ്മളെ ടാങ്കിന്റെ വെള്ളം മൊത്തം ഹോൾഡ് ചെയ്യുന്ന ഒരു മേജർ പാർട്ട്, ടോപ്പും ബോട്ടവും. അപ്പൊ നമ്മളൊരു മാറ്റ് ഫിനിഷിലാണ് അതിന്റെ ഒരു ക്വാളിറ്റി നമുക്ക് കിട്ടുന്നത്.
ഓക്കെ. അപ്പോൾ ഇതിൽ വെള്ളം ചൂടാവില്ല എന്നുള്ളത് ആ ഒരു കാര്യമാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ വെള്ളം തിങ്ങി നിറഞ്ഞു നിൽക്കുമ്പോൾ നമുക്ക് പുറമെ തൊട്ടാ ചൂടുണ്ടാവും അല്ലേ, അകത്ത് ചൂടുണ്ടാവില്ല. ഇവിടെ തൊട്ടാ ചൂടുണ്ടാവില്ല. ഇല്ല, അതുമില്ല. ഇവിടെ തൊട്ടാലേ ചൂടുണ്ടാവും. അത് മാറ്റ് ഫിനിഷ് ആയതുകൊണ്ട് അത് നിങ്ങൾക്ക് കറക്റ്റ് കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത് മനസ്സിലാക്കിയിട്ടാണ് ചെയ്യുന്നെങ്കിലും അത് റിയലൈസ് ചെയ്യണമല്ലോ. അത് അന്ന് നമ്മൾ ചെക്ക് ചെയ്തതാണ്, വാട്ടർ ടാങ്ക് മേലെ കയറി നമ്മൾ ചെക്ക് ചെയ്തതാണ് വീടിന്റെ മേലെ. അപ്പോൾ ഇനി ഈ ഒരു ടാങ്ക് ഉപയോഗിക്കണമെങ്കിൽ നമ്മൾ വേറെ കുറേ കാര്യങ്ങൾ, ഫുഡ് ഗ്രേഡ് ആണ്, വേറെ കുറേ ഗുണങ്ങൾ പറഞ്ഞിരുന്നു. ഇതിന്റെ ഗുണങ്ങൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നത് 304 ഫുഡ് ഗ്രേഡ് ആണ് എന്നുള്ളത്. അതെ, സ്റ്റീൽ പല ഗ്രേഡുകൾ വരുന്നുണ്ട്, 202, 304, 316 എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ നമ്മളിത് വരുന്നത് 304 ഗവൺമെന്റ് അംഗീകൃതമായിട്ടുള്ള ഒരു ഗ്രേഡാണ് 304. അതിൽ തന്നെ മിറർ ഫിനിഷ് ആണ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ ചെയ്തിട്ടുള്ളത്. അതാണ് ഇതിന്റെ ഒരു ഗുണം. 2, പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം ഒഴിവാക്കുക എന്നുള്ളതാണ് ഇതിന്റെ മറ്റൊരു ഗുണം. അപ്പോൾ ഇത് ഇവിടെ ഫിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ ഫിറോസിന്റെ നേതൃത്വത്തിൽ ഷിയാബും ഫിറോസും ആണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളെ ഫ്രണ്ട്സ് തന്നെയാണ്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് ഇത് ടാങ്ക് നമ്മൾ ഉപയോഗിച്ച് സുപ്രീമിൻ്റെ പൈപ്പുകളാട്ടോ നമ്മൾ ഉപയോഗിച്ച്, അത് അതിൽ കാണുന്നുണ്ട്, അതുകൊണ്ട് പറഞ്ഞെന്നുള്ളൂ. ഒരുപാട് ബ്രാൻഡുകൾ നല്ലതുണ്ട്, നമ്മളത് ഉപയോഗിച്ചെന്നുള്ളൂ. ഇതിനായിട്ടുള്ള പുറത്തേക്കുള്ള വാൽവുകളും കാര്യങ്ങളും അത് ക്വാളിറ്റിയിൽ തന്നെ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്തു. തീർച്ചയായിട്ടും. ഇതിപ്പോൾ ഇവിടെ സാറിന് കാണാം, സെലിംഗ് ബാഗ് കാണാം, ഇവിടെ 2 ഇഞ്ച് ഔട്ട്ലെറ്റ് ആണ്. അത് ബ്രാസ് കോട്ടഡ് ആണ് അതിന്റെ ഔട്ട്ലെറ്റ് വരുന്നത്. അത് SS 304 ബ്രാസ് കോട്ടഡ് ആണ്. അതിന് ക്വാളിറ്റി കൂട്ടാൻ വേണ്ടി ചെയ്തിട്ടുള്ളത്. ഇതിപ്പോൾ ലൈൻ ഇങ്ങനെ വന്ന് അത് രണ്ടായിട്ട് നിങ്ങളെ ആവശ്യപ്രകാരം രണ്ടായിട്ട് സെപ്പറേറ്റ് ആക്കി പോകും. പിന്നെ ഇതിന്റെ താഴ്ഭാഗത്ത് നമുക്കൊരു 3/4 ഇഞ്ച് ഡ്രെയിൻ വരുന്നുണ്ട് 0 പോയിന്റിൽ. അത് മൂപ്പരാൾ ഇപ്പോൾ കൊടുക്കാൻ പോകണുള്ളൂ. അവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. അതെന്തിനാന്നുള്ളതാണ് ഇനി പറയാൻ പോകുന്നത് അല്ലേ. നമ്മൾ ഈ സ്റ്റീൽ ടാങ്ക് ഉപയോഗിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം ഒന്ന് ഹൈജീൻ. മലയാളികൾ ഹൈജീൻ ആണല്ലോ എപ്പോഴും വേണമെന്ന് പറയുന്നത്. അതുപോലെ ശുദ്ധമായ വെള്ളം കുടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ടെമ്പററി ആയിട്ട് ഒരു ടാങ്ക് ഉപയോഗിച്ചുകൊണ്ടിരുന്നിരുന്നു കേട്ടോ. ഒരു ടാങ്ക് മോശമാണെന്നല്ല പറഞ്ഞാൽ നമ്മൾ ആവശ്യത്തിന് ഉപയോഗിച്ചു എന്നുള്ളൂ. അപ്പോൾ ഇതിന് താഴെ വാൽവ് വരുന്നത് ക്ലീനിങ്ങിൻ്റെ എളുപ്പത്തിന് അല്ലേ. നമ്മളെ വീടുകളുടെ മേലൊക്കെ ടാങ്ക് ആകുമ്പോൾ ക്ലീൻ ചെയ്യുന്ന ആളുകൾ വളരെ കുറവാണ്. അതെങ്ങനെയാണ് ഇതിന്റെ ഈസിനെസ്? അപ്പോൾ നമ്മളിപ്പോൾ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് പറയാണ്, ഇപ്പോൾ ഇതുപോലെ ഒരു ഷേപ്പുള്ള ഒരു ടാങ്ക് ആണെങ്കിൽ നമ്മളിപ്പോൾ ഇതിനകത്ത് കയറുകയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വെച്ച് ഉരച്ച് കഴുകിയാലോ ഒക്കെ നമുക്കിത് ക്ലീൻ ആക്കാൻ പറ്റുള്ളൂ ഇങ്ങനത്തെ ടാങ്കുകൾ. പക്ഷേ ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് മിറർ ഫിനിഷ് ആയതുകൊണ്ട് തന്നെ സൈഡിലൊന്നും പറ്റി പിടിക്കില്ല. നമ്മൾ അടുക്കളയിൽ ഉപയോഗിക്കുന്ന പാത്രങ്ങളുടെ ഫിനിഷാണിത്, അത്രയും സ്മൂത്ത് ഫിനിഷാണ്. അപ്പോൾ സെഡിമെന്റ്സ് എല്ലാം താഴെ പോയി നിൽക്കുകയും നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഡ്രെയിൻ വാൾവ് കൂടെ നമുക്ക് ഇതിന്റെ സെഡിമെന്റ്സ് എല്ലാം പുറത്തോട്ട് ഫ്ലഷ് ഔട്ട് ചെയ്യാൻ പറ്റും. അതാണ് ഇതിന്റെ മേജർ ഗുണം. ക്ലയന്റ് എന്നുള്ള നിലക്ക്, ഒരു വീട്ടിന്റെ ഉടമ എന്നുള്ള നിലക്ക് നിങ്ങൾക്ക് ഇതിന്റെ മുകളിൽ കയറാതെ തന്നെ ഇത് ക്ലീൻ ആക്കാം. എന്നാലും ആളുകൾ പറയാറുണ്ട് ഈ ഒരു സ്റ്റീൽ ടാങ്ക് ആണെങ്കിൽ തന്നെ അതിൽ പിടിച്ചിരിക്കും. അങ്ങനെ സാധാരണ പ്ലാസ്റ്റിക്കിനെ കമ്പയർ ചെയ്യുമ്പോൾ അത് സാധാരണ പ്ലാസ്റ്റിക്കിന്റെ കുറെ ലേയേഴ്സ് വരുന്നുണ്ട്. അപ്പൊ അതിനകത്ത് തന്നെ ഒരു കാലക്രമേണ പ്ലാസ്റ്റിക് ടാങ്ക് വരുന്നത് ബേസിക്കലി പോളിയെത്തിലീൻ. അത് കാലക്രമേണ ഈ വെയിലും ഈ മഴയും ഒക്കെ കൂടുമ്പോൾ ചൂടും മഴയും ആവുന്ന സമയത്ത് തണുപ്പ് ചൂട് അപ്പോൾ ഒരുപാട് സാധ്യതകൾ വരുന്നുണ്ട് അതിന്റെ ക്വാളിറ്റി മാറാനുള്ള. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് പല സംഗതികളായിട്ട് പൊടിഞ്ഞു വരാനുള്ള സാധ്യത, അങ്ങനത്തെ ഒരുപാട് സംഗതികൾ നമ്മളുടെ സ്റ്റീൽ ടാങ്കിനെ സംബന്ധിച്ചിടത്തോളം വരുന്നില്ല. നമ്മൾ 10 വർഷം വാറന്റിയോട് കൂടിയിട്ട് കൊടുക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണ്. 10 വർഷം വാറന്റിയോട് കൂടി. വാറന്റി അപ്പോൾ എനിക്ക് തരണം. അപ്പോൾ അതിനിടയ്ക്ക് നമ്മൾ ഈ ടാങ്കിനെ കമ്പയർ ചെയ്തപ്പോഴേ ഞാൻ തന്നെ ഒരുപാട് ടാങ്ക് കമ്പനികൾ ടാങ്കൊക്കെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. നമ്മളെ നാട്ടിൽ ആളുകൾക്ക് സാധാരണക്കാർ ഉപയോഗിക്കുന്ന ചെറിയ ടാങ്ക് മുതൽ അല്ലേ വലിയ ടാങ്കുകൾ വരെ പ്ലാസ്റ്റിക്കിൽ വരുന്നുണ്ട്, ഡിഫറെൻറ്റ് ലെയേഴ്സിൽ വരുന്നുണ്ട്, ക്വാളിറ്റി ഉള്ളതും ഉണ്ട്. നിങ്ങൾ ക്വാളിറ്റി ഉള്ളത് ഉപയോഗിക്കാൻ ശ്രമിക്കുക. നമ്മൾ ഹീറ്റായി കഴിഞ്ഞാൽ ഭാവിയിൽ അസുഖങ്ങൾക്കൊക്കെ ചാൻസ് ഉള്ളതാണ്. അപ്പോൾ ക്വാളിറ്റി ഉള്ളത് അത് ഉപയോഗിക്കുക. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സ്റ്റീൽ ടാങ്കിൻ്റെ ഗുണങ്ങളാണ്. അപ്പോൾ അതാണ് ഈ സ്റ്റീൽ ടാങ്ക്. ഇനിയിപ്പോൾ ഈ സ്റ്റീൽ ടാങ്ക് ഞാനിവിടെ ഉപയോഗിച്ചു, 10 വർഷം വാറണ്ടിയാണ്. ഇതിന് വരാവുന്ന കംപ്ലൈൻറ്റ് എന്തായിരിക്കും? ഇത് ബേസിക്കലി ഒരു സർവീസബിൾ അല്ലെ സർവീസ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് അല്ല. ഇതൊരു വൺ ടൈം ഇൻവെസ്റ്റ്മെന്റ് ആണ്, വൺ ടൈം ഫിക്സേഷൻ ആണ്. ഇതിനൊരു മെയിൻറ്റെയിൻ ചെയ്ത് നമ്മൾ വണ്ടിയൊക്കെ ചെയ്യുന്ന പോലെ ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ, അപ്പോൾ നമുക്കിത് ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ഇതിൽ വെള്ളം നിറയ്ക്കുക, ഉപയോഗിക്കുക, ക്ലീൻ ചെയ്യുക, അതേ ഇതിൽ വരാനുള്ളൂ അല്ലേ. ഇതിന്റെ ക്ലീനിങ്ങിന്റെ നേരത്തെ പറഞ്ഞ പോലെ താഴെയുള്ള വാൽവ് അത് നമ്മൾ നേരെ താഴെ ഗാർഡനിലേക്ക് കൊടുക്കാം. അതാവുന്ന സമയത്ത് വെള്ളം വേസ്റ്റ് ചെയ്യാതെ നമുക്ക് അത് യൂസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മൾ ഗാർഡനിലേക്കോ കിച്ചണിലേക്കോ കൊടുക്കാൻ വേണ്ടി പറയുന്നത്. ഓക്കെ, അത് ഡയറക്റ്റ് നമുക്ക് അങ്ങനെ ക്ലീൻ ചെയ്താൽ ക്ലീൻ ആയി.
പിന്നെ ഇത് ആളുകൾക്ക് ഉണ്ടാകുന്ന വേറൊരു സംശയം, ഇത് വെയിറ്റ് വളരെ കുറവാണ് കമ്പാരിറ്റീവ്ലി വലിയ ടാങ്ക് വരുമ്പോൾ കാറ്റടിച്ച് ഇത് പാറിപ്പോവോ എന്നുള്ള. ഇത് ഒന്ന് ഏകദേശം ഒരു 35 കിലോ എബവ് ഉണ്ടാവും നമ്മുടെ ടാങ്ക്. 35 എബവ് ഉണ്ട്. പിന്നെ ഇതിന്റെ ഷേപ്പ് കാരണം ടാങ്ക് കാറ്റ് പിടിക്കില്ല, കാറ്റ് പിടിക്കാത്ത ഹൈറ്റ് ആണ്. എന്നിരുന്നാലും ഒരു സേഫ്റ്റി ഫീച്ചർ എന്ന പോലെ നമ്മൾ ഇതാ ഇവിടെ നമ്മളൊരു ഡ്രിൽ ഹോൾ കൊടുത്തിട്ടുണ്ട്. ഈ ഡ്രിൽ ഹോൾ ഉണ്ട് അല്ലേ, അത് നമുക്ക് ഡ്രിൽ ചെയ്ത് സർഫസിലോട്ട് പിടിപ്പിക്കാം. അതെ, 3 ലെഗിനും കൊടുത്തിട്ടുണ്ട്. 3 ലെഗിനും ഒരു SS-ന്റെ സ്ക്രൂ കൊണ്ട് ബോൾട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ കാറ്റ് ഇപ്പോൾ എംപ്റ്റി ടാങ്ക് ആണെങ്കിൽ പോലും വലിയ കാറ്റ് വന്നാലും നമ്മൾ കാലാവസ്ഥ പ്രഡിക്ട് ചെയ്യാൻ പറ്റില്ല. അതെ അതെ, നമ്മൾ കേരളത്തിലാണ് ഉള്ളത്, അതുകൊണ്ടാണ് ഡിഫറെന്റ് ആയിട്ടുള്ള ക്വാളിറ്റി നോക്കിയിട്ടുള്ള മെറ്റീരിയലുകൾ വന്നുകൊണ്ടിരിക്കുന്നത്. സാധാരണ വാട്ടർ ടാങ്കിന് ഇവിടെ ഒരു ഹോൾ ഉണ്ടാവും, അതുപോലെ ഇതിൽ നിന്ന് വെള്ളം പുറത്തേക്ക് വരാനുള്ള ഹോൾ, അത് എവിടെ വിചാരിച്ചാൽ പ്ലംബേഴ്സ് ഇടുന്നതാണ്. അതുപോലെ മേലെ ടോപ്പ്, ഇത്രയാണ് ഉള്ളത്. നമ്മൾ ഈ സ്റ്റീൽ ടാങ്കിന് ഇവിടെ ഒരു വാൽവ് എക്സ്ട്രാ കാണുന്നുണ്ടല്ലോ, എന്താണ് ഒരു ബ്ലൂ കളർ വാൽവ്? എയർ റിലീസ് വാൾവ് ആണിത്. അപ്പോൾ നമ്മൾ സാധാരണ പ്ലാസ്റ്റിക് ടാങ്കിൽ നമുക്ക് ഈ ഒരു സാധനം വരാറില്ല. അതിന്റെ കാരണം മറ്റൊന്നാണ്, നമുക്ക് ഇത് ഫാക്ടറിയിൽ നിന്ന് തന്നെ ഹോൾ ഇട്ട് നമ്മൾ അവിടെ നിന്ന് തന്നെ ഫിക്സ് ചെയ്ത് വരുന്ന ഒരു എയർ റിലീസ് വാൾവ് ആണിത്. അതുകൊണ്ടാണ് പ്ലാസ്റ്റിക് ടാങ്കിൽ ഇതൊന്നും വരുന്നൊരു വ്യത്യാസം. എക്സ്ട്രാ ഹോളുകൾ നമുക്ക് ഇതിൽ ചെയ്യാൻ പറ്റില്ല, ലീക്കിന് കാരണം. ഒന്ന് ഇത് നേരത്തെ പറഞ്ഞ പോലെ ടോപ്പ് ഉണ്ട്, പിന്നെ താഴെയുള്ള വാൽവ്, പിന്നെ സൈഡിലേക്ക് വെള്ളത്തിനുള്ള വാൽവ്, ഇത്രയാണ് ഇതിന് വരുന്ന വാൽവുകൾ. പിന്നെ കാറ്റ് പിടിക്കാതിരിക്കാനുള്ള ലിഡിന് ലോക്ക് ഉണ്ട്. ഈ കാണുന്നല്ലേ നമ്മുടെ ടോപ്പിന്, അതൊരു പ്രധാനപ്പെട്ട കാര്യം കേട്ടോ. കാരണം പല വീടുകളെയും വാട്ടർ ടാങ്കിന്റെ ഈ ടോപ്പുകൾ തൊഴിലാണ് ഉണ്ടാവാറുള്ളത്. അതാണ് പറയാനുള്ള ഒരു കാരണം. ഈ സ്റ്റീൽ ടാങ്കിന്റെ ഒരു ഗുണം ഞാൻ കണ്ടിട്ടുള്ളത്, സ്റ്റീൽ എന്നുള്ള മെറ്റീരിയൽ ഇപ്പോൾ നമ്മൾ ഒരുപാട് സ്റ്റീൽ പ്രൊഡക്റ്റുകൾ പരിചയപ്പെടുത്തി, സ്റ്റീൽ ഇങ്ങനെ കടന്നു വരികയാണ്, പ്ലാസ്റ്റിക് ഇങ്ങനെ ഔട്ടായി കൊണ്ടിരിക്കുകയാണ്. നല്ല ചില സ്ഥലത്ത് WBC ആയിട്ടൊക്കെ വരുന്നുണ്ട്. പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ ഈ പ്ലാസ്റ്റിക്കും ചൂടും തമ്മിൽ കണക്ഷൻ ഉണ്ട്. പക്ഷേ നമ്മളൊരു 25 ഡിഗ്രീന്റെ മുകളിൽ വെള്ളം പ്ലാസ്റ്റിക് കണ്ടെയ്നറിൽ വെച്ച് കഴിഞ്ഞാൽ വെള്ളം അസിഡിക് ആവും. 25 ഡിഗ്രീന്റെ മുകളിലേക്ക് പ്ലാസ്റ്റിക് കണ്ടെയ്നറിൽ വെള്ളം സൂക്ഷിച്ചു കഴിഞ്ഞാൽ ഡയറക്റ്റ് സൺലൈറ്റോ അങ്ങനെ വന്നു കഴിഞ്ഞാൽ വെള്ളം അസിഡിക് ആവും. 25 ഡിഗ്രി നമ്മൾ സാധാരണ ഇവിടെ 35-30 ഒക്കെയാണ് വരുന്നുണ്ട്. പക്ഷെ അങ്ങനെ അസിഡിക് ആവുന്ന വെറുതെ പറഞ്ഞാൽ പോരല്ലോ, നിങ്ങളോട് പറയാണോന്ന്. നമ്മൾ NABL ലാബിൽ ടെസ്റ്റ് ചെയ്ത റിപ്പോർട്ട് ഉണ്ട് തീർച്ചയായിട്ടും. ഓക്കെ, അപ്പൊ നിങ്ങൾ ക്വാളിറ്റി ഇല്ല ഒരു മെറ്റീരിയൽ ഉപയോഗിക്കുക, അത് സ്റ്റീലാണെങ്കിലും പ്ലാസ്റ്റിക് ആണ്. ഇപ്പൊ സ്റ്റീൽ എന്ന് പറയുമ്പോൾ സ്റ്റീലിലും ക്വാളിറ്റി കുറഞ്ഞത് ഉണ്ടാവുമല്ലോ. ഉണ്ട്. അതെ, ഇപ്പൊ നമുക്ക് ചെറിയ വിലകളിൽ ചെറിയ വില പോലും കൊടുത്തിട്ട് നമുക്ക് സ്റ്റീൽ ടാങ്ക് കിട്ടാനുണ്ട്. അത് ചില ടാങ്കുകൾ ചെയ്യുന്ന എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റാൻഡ് 202 ചെയ്യുക, അല്ലെങ്കിൽ GI ചെയ്യുക, അങ്ങനെ പല സംഗതികളും ചെയ്യാം. പിന്നെ 0.6 എന്ന് പറഞ്ഞു 0.5 ചെയ്യാം. മിറർ ഫിനിഷ് പറഞ്ഞിട്ട് ഗ്ലോസി ഫിനിഷ് കൊടുക്കാം, മാറ്റ് ഫിനിഷ് കൊടുക്കാം. അപ്പോൾ ഒരുപാട് ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്തുകൊണ്ട് ഇതിൽ വരുന്ന ഒരു ട്രസ്റ്റ് ആണ്. ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ട്രസ്റ്റ് ആണ്. അതായത് പ്രധാനപ്പെട്ട ഒരു കാര്യം കേട്ടോ. നമ്മളിപ്പോൾ ഒരു പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റികൾ ഇതൊക്കെയാണെന്ന് പറഞ്ഞ് മാർക്കറ്റിൽ ആ ക്വാളിറ്റിനെ എല്ലാവരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കാം. ആ ഒരു സമയത്ത് ആ ക്വാളിറ്റി അതേ ഫീലിംഗ് വരുത്തിക്കൊണ്ട് പ്രൊഡക്റ്റുകൾ ഇറക്കുന്നുണ്ട്. അപ്പോൾ ശരിക്കും നിങ്ങൾ ഒരു ട്രസ്റ്റ് ഉള്ള പ്രൊഡക്റ്റ് വാങ്ങാൻ ശ്രമിക്കുക അല്ലേ? തീർച്ചയായിട്ടും, അതാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു സൈസുകൾ, അപ്പോൾ ആളുകൾക്ക് ഇത് 500 തന്നെയാണോ 1000 ആണോ സാധാരണ? കാരണം ഇത് സാധാരണ 1000 സൈസാണ് ഞാൻ ചോദിച്ചിരുന്നത്, പക്ഷേ ഇത് 1000-ൽ കൂടുതൽ ഉണ്ടോ എന്ന് എനിക്ക് സംശയം വന്നു. യഥാർത്ഥത്തിൽ അങ്ങനെ എന്താണ് അതിൻ്റെ സൈസ്? നമ്മളെ സൈസ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത് 500 എന്നാണ്. 500 സ്റ്റാർട്ട് ചെയ്ത് 500, 1000, 2000 എന്നുള്ള കപ്പാസിറ്റിയിലാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഏറ്റവും കൂടുതൽ പോകുന്നത് 1000 ലിറ്റർ ആണ്. ഈ സൈസാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പോകുന്നത്. ഇപ്പോൾ 2000 ലിറ്റർ വേണമെന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ചെയ്തു കൊടുക്കും എന്നുള്ളതാണ് നമ്മുടെ ഒരു കപ്പാസിറ്റിന്റെ രീതി. ഓക്കെ, ഇത് 1000 സൈസ് ആണെങ്കിലും 1000-ൽ കൂടുതൽ സ്റ്റോറേജ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ ടാങ്കുകളിൽ ഇനിയിപ്പോൾ നേരത്തെ നമ്മൾ കമ്പയർ ചെയ്തുകൊണ്ട് ചോദിക്കുകയാണ്, ഇതിൻ്റെ പ്രൈസും ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. അപ്പോൾ നമ്മൾ ക്വാളിറ്റി കൂടുന്നതിനനുസരിച്ച് അതിനനുസരിച്ചുള്ള പ്രൈസ് ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് ഏകദേശം എത്ര വരുന്നുണ്ട്? നമ്മളുടെ ഇപ്പോൾ വരുന്ന പ്രൈസ് നമുക്ക് ഇതിന് MRP വരുന്നത് 35,000 ആണ്. ഈ ഒരു ടാങ്ക് 1000 ലിറ്റർ 35,000 ഇൻക്ലൂസീവ് ഓഫ് ടാക്സസ്. ഇതാണ് ഇപ്പോൾ വരുന്ന പ്രൈസ്. പക്ഷെ നമ്മളത് കുറച്ച് മുമ്പ് നമ്മുടെ പ്രൈസ് വളരെ കുറവായിരുന്നു, ഓർക്കുന്നുണ്ടാവും. പക്ഷെ അതിനുശേഷം റോ മെറ്റീരിയൽ പ്രൈസ് കൂടിയത് കൊണ്ട്, അതെ, സ്റ്റീലിന്റെ പ്രൈസ് ഡെയിലി ഗോൾഡ് ഒക്കെ പോലെ തന്നെയാണ്. അപ്പം അതിൻ്റെതായ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അപ്പൊ ഇന്നേ ഡേറ്റിൽ ഇതാണ് പ്രൈസ്. ഇനി അങ്ങോട്ട് അതെന്നായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, പ്രൈസുകൾ അങ്ങനെ മാറിക്കൊണ്ടിരിക്കും. പക്ഷേ ഈ ഒരു സൈസിലല്ലാതെ വലിയ സൈസിലൊക്കെ ഉപയോഗിക്കുന്ന ആളുകളുണ്ട്. തീർച്ചയായിട്ടും. ഞാനിപ്പോൾ ഫുഡ് ഗ്രേഡ് ആണെന്ന് പറഞ്ഞപ്പോൾ ഇത് നമ്മൾ വെള്ളത്തിനാണ് ഉപയോഗിക്കുന്നത്, ഇതുപോലെ ഫംഗ്ഷനുകളിൽ ജ്യൂസുകളായിട്ടോ അങ്ങനെയൊക്കെ ഉപയോഗിക്കുന്ന അന്ന് പറഞ്ഞിരുന്നത്. നമ്മളുടെ കസ്റ്റമേഴ്സ് നമുക്ക് വെളിച്ചെണ്ണ മില്ലുകൾ,
പൾപ്പ് ഫാക്ടറി, ജ്യൂസ് ഫാക്ടറി. കാരണം ഇത് 304 ഫുഡ് ഗ്രേഡ് ആണല്ലോ. അപ്പൊ അതിനൊക്കെ ഗവൺമെന്റ് അംഗീകൃതമായിട്ടുള്ള ക്വാളിറ്റിയാണ് ഈ വരുന്ന ടാങ്ക്. അതുകൊണ്ടാണ് നമുക്ക് അവരെയും കൂടി സാറ്റിസ്ഫൈ ചെയ്യാൻ കഴിയുന്നത്. ഓക്കെ, അപ്പോൾ അത് ഒരുപാട് ഉപയോഗമുള്ള ടാങ്കാണ്. പക്ഷെ നമ്മൾ വെള്ളത്തിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഇത് കേരളത്തിൽ എവിടെയൊക്കെ കിട്ടും നിങ്ങളുടെ ഒരു പ്രൊഡക്റ്റ്? നമ്മളിപ്പോൾ സപ്ലൈ ചെയ്യുന്നത് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ, പിന്നെ കർണാടക കൊടുക്കുന്നുണ്ട്, കർണാടക എത്തി, തമിഴ്നാട് സപ്ലൈ ഉണ്ട്. നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് കേരളത്തിലാണ്. നമുക്ക് ഓർഡേഴ്സ് വന്നു കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ടാങ്ക് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എന്തായാലും ഞാൻ നമ്പറും കൂടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ജാഷ് അല്ലെങ്കിൽ അവരുടെ റെപ്രസെൻറ്റേറ്റീവിനെ കോൺടാക്ട് ചെയ്യാൻ നമ്പർ ഞാൻ കൊടുക്കാം, അതിൽ വിളിച്ചാൽ മതി. അപ്പോൾ നമ്മളിവിടെ ഈ ടാങ്ക് വെക്കുമ്പോൾ ഇവിടെ വന്ന് കണ്ടതിൽ സന്തോഷം. ഓക്കെ, കാരണം നമ്മളിവിടെ ഈ വീടുകളിൽ നമ്മളെ വീട്ടിൽ തന്നെ ചില മെറ്റീരിയൽ നമ്മൾ പരിചയപ്പെടുത്തിയ പ്രൊഡക്റ്റുകൾ നമ്മൾ തന്നെ ചെയ്തുകൊണ്ട് പ്രൂവ് ചെയ്യുകയാണ്. ചില ആളുകൾക്ക് അത് വേണം, അങ്ങനെ കുറവുകളില്ല, നിങ്ങൾ എന്തുകൊണ്ട് വെച്ചില്ല എന്നൊക്കെ ചോദിക്കും. അതിനു വേണ്ടി നമ്മൾ ഈ വീട്ടിൽ പലതും ചെയ്തിട്ടുണ്ട്. അതിലൊന്നാണ് ഈ സ്റ്റീൽ ടാങ്ക്. അപ്പോൾ അത് ഞങ്ങൾ തന്നെ തെളിയിക്കാൻ സഹായിച്ചു. ഓക്കെ, താങ്ക് യു.